പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണത്തിൽ ഞെട്ടി കോൺഗ്രസ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കാത്തതിലുള്ള അതൃപ്തിയാണ് തരൂർ പ്രകടിപ്പിക്കുന്നതെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തരൂരിന്റെ പ്രതികരണങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അവഗണിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഇടത് സർക്കാരിന്റെ വ്യവസായ വികസനത്തെ പിന്തുണച്ച് ലേഖനമെഴുതിയതിന് കൃത്യമായ മറുപടി പറഞ്ഞെങ്കിലും അതിനെ സ്വതന്ത്ര നിലപാടായി കാണാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പാർട്ടിക്ക് വേണമെങ്കിൽ മറ്റു വഴി നോക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് പ്രതീക്ഷിച്ചതല്ല. കേരളത്തിലെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള താല്പര്യം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ലെന്ന് അപ്പോൾ തന്നെ രാഹുൽ മറുപടി നൽകുകയും ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറാനുള്ള ആഗ്രഹം നടക്കാത്തതിൽ തരൂരിന് നിരാശയുണ്ട്. അതാണ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ വെളിപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തരൂരിന്റെ നീക്കങ്ങളെ അവഗണിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. പ്രതികരണങ്ങൾക്ക് മറുപടി നൽകി വിഷയം ആളിക്കത്തിക്കരുതെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്ന സന്ദേശമാണ് ഈ വിഷയത്തിൽ പ്രതികരണത്തെ വിസമ്മതിച്ചതിലൂടെ കെ സി വേണുഗോപാൽ നൽകിയത്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കലാണ് ജോലി. കടൽ മണൽ ആർക്കും റിപ്പോർട്ട് ചെയ്യണ്ട. അവിടെ മത്സ്യത്തോടെ വഴിയാറാക്കുന്നത് ഇതാണ് റിപ്പോർട്ട്. സംഘടനാ വിഷയങ്ങളിൽ ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുന്ന ശശി തരൂരിനോട് കേരളത്തിലെ നേതൃത്വവും കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ നേതൃദാരിദ്ര്യമില്ലെന്ന ചില മറുപടികളും വരുന്നുണ്ട്. മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെ എനിക്കറിയില്ല. കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് തന്നെ BJPയുമായി അടുക്കാൻ തരൂരിന് കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്നാൽ കേരളത്തിലെ CPIയുമായി തരൂർ അടുക്കുന്നുണ്ടോ എന്ന് ചില നേതാക്കളെങ്കിലും സംശയിക്കുന്നു. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം കേരളത്തിൽ സജീവമായ ആദ്യകാലങ്ങളിൽ CPM നേതാക്കളായിരുന്നു തരൂരിനെ പിന്തുണച്ചത്. 24 തിരുവനന്തപുരം.